know you're somewhere. എൻട്രിക് ബേബി റെഡി ആയിട്ട് കാറിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോയൊരു വ്ളോഗാണിത്. കുറച്ച് ദിവസമായി ഇതൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ബട്ട് ടൈം കിട്ടാറില്ല. എന്തായാലും ഞാൻ ഇന്നത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്പോട്ട് വീട്ടിൽ നിന്നകെ 30 മിനിറ്റ്സ് എങ്ങാണ്ടേ ഉള്ളൂ. ബട്ട് ബുക്ക് ചെയ്ത ആൾ ഇതൊന്നും അറിഞ്ഞില്ല. ബുക്ക് ചെയ്തത് വേറെ ആരുമല്ല, എൻ്റെ ചേച്ചി തന്നെയാണ്. ആളുടെ പ്ലാനാണിതൊക്കെ. എന്നിട്ട് ഞങ്ങളിത് അവിടെ എത്തി, പെട്ടെന്ന് തന്നെ എത്തി, വീട്ടിൽ നിന്ന് അടുത്തായതുകൊണ്ട്. റെജൻറ്റ ജംഗിൾ റിസോർട്ട് എന്നാണ് ഈ പ്രോപ്പർട്ടീൻ്റെ പേര്. ബഗ്ഗി വന്ന ലഗേജൊക്കെ പിക്ക് ചെയ്ത് റൂമിൻ്റെ അടുത്തേക്ക് പോയി. ഞങ്ങളിതാ മെല്ലെ പ്രോപ്പർട്ടീൻ്റെ ചുറ്റുമൊക്കെ കണ്ട് നടന്ന് മെല്ലെയാണ് റൂമിൻ്റെ അടുത്തേക്ക് പോയത്. വെൽ മെയിൻറ്റെയിൻഡ് ആണ്, അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയും. ടോട്ടലി ഒരു ഫോറസ്റ്റ് വൈബാണ്, ചുറ്റിനും ഫോറസ്റ്റ് തന്നെയാണ്. എൻട്രിക് ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് കുറേ ഓടി നടക്കാൻ സ്പേസ് കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വില്ല. ഇതിൻ്റെ ഉള്ളിലാണ് 2 റൂം ബുക്ക് ചെയ്തിരുന്നത്, ഒന്ന് മേലെയും ഒന്ന് താഴെയും. അപ്പോൾ നമുക്ക് റൂം എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. കോഫി മേക്കറും സ്നാക്സും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഫ്രിഡ്ജും അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡ്രിങ്ക്സൊക്കെ അവൈലബിൾ ആയിരിക്കും. റൂമിലൊക്കെ പോയൊന്ന് സെറ്റായി നേരെ വന്നത് പൂളിൻ്റെ അടുത്തേക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോക്കോയ്ക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഇച്ചിരി വെള്ളം കിട്ടിയാൽ മതി, കുറേ നേരം അതിലിരുന്ന് കളിച്ചോളും. അങ്ങനെയാണ് ആൾ വെള്ളം കണ്ടതേ അവിടെ തന്നെ അങ്ങ് സ്റ്റക്കായി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഫുള്ളി സ്റ്റക്കായി അവിടെ തന്നെ അങ്ങ് ഇരുന്നു വെള്ളം കണ്ടപ്പോൾ. പിന്നെ വെള്ളത്തിലിറങ്ങിയേ പറ്റൂ. അങ്ങനെ വെള്ളത്തിലിറങ്ങി കുറച്ച് നേരം കളിച്ചു. അപ്പോഴേക്കും നമ്മൾക്ക് ടീ ടൈമായി. ഇത് റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. ഉള്ളിലും ഇരിക്കാം പുറത്തും ഇരിക്കാം. പുറത്തിരിക്കുമ്പോൾ ഇങ്ങനെ മങ്കീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രോപ്പർട്ടീൻ്റെ തൊട്ട് സൈഡിലാണ് കബനി റിവർ ഉള്ളത്. അതെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വന്നു, കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു, ഡിന്നർ ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ വന്നു. ഫുഡെല്ലാം കഴിച്ച് ഫസ്റ്റ് ഡേ അങ്ങനെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. രാവിലെ എണീറ്റു ഫ്രഷായി നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഇൻസൈഡ് ഏരിയ. ബോർഡർ കഴിഞ്ഞ പാടെയുള്ള റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഫുഡ് കർണാടക സ്റ്റൈലായിരുന്നു. പിന്നെ വെസ്റ്റേൺ ഫുഡും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റൂമിലേക്ക് പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. റെസ്റ്റ് ചെയ്യാനാണല്ലോ വന്നത്. പിന്നെ അവിടുത്തെ പെയിൻറ്റിങ്സൊക്കെ കണ്ടോ, നല്ല ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ അറിയായിരിക്കും അല്ലേ. പൂളിലേക്ക് തന്നെയാണ് പോയത്. നേരെ പൂളിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ മഴക്കാറും മഴയും ഒക്കെ ഉള്ള ടൈമായിരുന്നു. അപ്പോൾ വെള്ളത്തിന് നല്ല തണുപ്പുമായിരുന്നു. എനിക്ക് നല്ല മടിയുമായിരുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ. ഞാൻ മെല്ലെ മെല്ലെ ഇറങ്ങിയ, പക്ഷെ എന്നെ തള്ളിയിട്ടു വെള്ളത്തിലേക്ക്. അങ്ങനെ കുറച്ച് നേരം പൂളിൽ കളിച്ചു. റിസോർട്ടിൽ സ്റ്റേ എന്ന് പറയുമ്പോൾ പൂളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണല്ലോ. പൂളിലെ കളിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, വീണ്ടും റെഡിയായി. ലഞ്ചിന് വേണ്ടിയിട്ട് ഞങ്ങളിന്ന് പുറത്തേക്കാണ് പോകുന്നത്. കുറച്ച് പുറത്ത് പോയി കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. സംഭവം സെയിം നാട്ടിൽ തന്നെ ആണെങ്കിലും കാണാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇതാ സെക്കൻഡ് ഡേ നൈറ്റായി. ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ ആണിത്. നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് ഫുൾ വെറ്റായിട്ടാണ് കിടക്കുന്നത്. കുറച്ച് ഇൻഡോർ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഇവരാദ്യം വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു.
അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി ഡിന്നറൊക്കെ കഴിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ 3rd ഡേ മോർണിംഗ് ആയി. എണീറ്റ് ഫ്രഷായി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി റിസോർട്ടിൻ്റെ ചുറ്റും ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ആ കാണുന്നതാണ് കബിനി റിവർ. അവിടെ ഒരു ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ പോട്ടറിയൊക്കെ ഉണ്ടായിരുന്നു. വന്നപ്പോൾ തൊട്ട് മഴ തന്നെ ആയതുകൊണ്ട് അധികം ഞങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. പക്ഷെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒന്ന് ഇറങ്ങി എല്ലാം കണ്ടു. ഇതാണ് കിഡ്സിൻ്റെ പ്ലേ ഏരിയ. അപ്പോൾ എൻറിക് ബേബി കുറച്ച് നേരം അവിടെ കളിച്ചു. അങ്ങനെ ടൈം പോയി, ചെക്ക് ഔട്ടിന് ടൈമായി. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ പാക്ക് ചെയ്ത് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബഗ്ഗി വന്ന ലഗേജൊക്കെ വണ്ടീൻ്റെ അടുത്തേക്ക് എടുത്തിട്ട് പോയി. ചേച്ചിയും കുഞ്ഞിയും പോയിട്ട് ചെക്ക് ഔട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേ കംപ്ലീറ്റ് ചെയ്തു. നല്ല ഹാപ്പി ആയിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ എപ്പോഴും ബിസി ആയിരിക്കും. ഫാമിലിയായിട്ട് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൈം ആർക്കും കിട്ടാറില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു ടൈമിൽ ഇതുപോലെ ഫാമിലിയായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഹാപ്പി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ നമ്മൾക്ക് ഓർക്കാൻ കുറേ മെമ്മോറീസൊക്കെ ഉണ്ടാവും. ഈ ടൈം എന്ന് പറയുന്നത് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല, അതിങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും പ്രായമായിക്കൊണ്ടേയിരിക്കും. ബട്ട് ഈ മെമ്മോറീസ് ഇല്ലേ, അത് നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ഹാപ്പി മൊമെൻറ്റ്സ് നല്ലതാണ്. അപ്പോൾ ടൈം കിട്ടുമ്പോൾ കൂടുതലും ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എൻ്റെ ബ്ലോഗൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.